വെൽക്കം ടു ഹിമാചൽ പ്രദേശ്. ഷിംല 89 കിലോമീറ്റർ. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ സ്നോ കാണാൻ വേണ്ടിയിട്ടുള്ള ഷിംല യാത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം ഞങ്ങൾ ഈ യാത്ര പുറപ്പെടുന്നതിൻ്റെ കൃത്യം ഒരാഴ്ച മുമ്പേ ഷിംലയിൽ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് സ്നോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്നോ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ടാക്സി ഡ്രൈവറിൻ്റെ കോൺടാക്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുഫ്രിയിൽ പോയി. അപ്പോൾ അദ്ദേഹം മഞ്ഞ് വീഴുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, സാറ് നന്നായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്, ഒരു 2 ഫീറ്റിലധികമൊക്കെ മഞ്ഞ് കുഫ്രിയിലുണ്ട്, എനിക്ക് ഇപ്പോൾ വന്നാൽ മഞ്ഞ് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ഷിംലയിലേക്ക് പോവാണ് മഞ്ഞ് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഷിംലയിലത്തെ മഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. വരും. ഞങ്ങൾ ഒരാഴ്ച മുമ്പ് വന്നപ്പോൾ നല്ല ഡ്രൈ ആയി കിടന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് ദൂരെ മലയുടെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നല്ല തെളിഞ്ഞ ആകാശം, നല്ല ക്ലൈമറ്റൊക്കെയാണ്. വഴിയിൽ ഇതേപോലെ നമ്മൾ ഈ ഒരാഴ്ച മുമ്പേ പോയ ഷിംല യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പം ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. വഴിയിലൊക്കെ നിറയെ ഇങ്ങനെ ഡോളൊക്കെ വിൽക്കുന്നത് കാണാൻ പറ്റും. ഞങ്ങൾ പകുതി വഴിയിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നല്ല ട്രാഫിക് ഉണ്ടെന്ന്. കാരണം ഷിംല എത്തുന്നതിന് കുറേ മുമ്പ് തന്നെ സോളനൊക്കെ മുമ്പേ തന്നെ ട്രാഫിക് ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു 7 സീറ്റർ വണ്ടിയിൽ 2 ഫാമിലി, അതായത് 7 പേരുള്ള 2 ഫാമിലി, 3 കുട്ടികളും 4 വലിയവരുമായിട്ടാണ് പോയത്. ഇപ്പോൾ രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ വഴി തുടങ്ങുമ്പോൾ തന്നെ സൈഡിലൊക്കെ മഞ്ഞ് വീണ്, റോഡിൻ്റെ സൈഡിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന കാണാം നമുക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമായി. ഇപ്പോൾ ഷിംലയിൽ ചെല്ലുമ്പോൾ മഞ്ഞ് ഉണ്ടാവും എന്നുള്ള കാര്യം കൺഫേം ആയില്ല. ഏതാ ഇവിടെ ആൾക്കാർ ഐസ് വാരി കളിക്കുന്ന. ഓ, ഞാനിവിടെ ഒന്ന് ഇറങ്ങി ഐസ് വരട്ടാ. ഞങ്ങളിപ്പോൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് ഷിംലയ്ക്കടുത്തുള്ള മഷോബ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ രാഷ്ട്രപതി നിവാസ് ഉണ്ട്, അത് കാണണം. അപ്പോൾ അതിന് ചുറ്റും നിറയെ മഞ്ഞിൻ്റെ അക്യുമുലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടും എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മഷോബ്രയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മഷോബ്ര പോകാനുള്ള വഴിയിലൊക്കെ ഇതേപോലെ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ നോർമലി പോകുന്ന വഴിയൊക്കെ അടച്ചിരിക്കുകയാണ് മഞ്ഞ് വീണിട്ട്. അത് കാരണം ഗൂഗിൾ മാപ്പ് തന്നെ നമ്മളെ റീറൂട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതിനൊരാഴ്ച മുമ്പ് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ആക്ച്വലി ഷിംലയിലത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ടോയ് ട്രെയിനിൽ കയറുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നോർമലി ആ സമയത്തൊക്കെ എല്ലാ വർഷവും മഞ്ഞ് വീഴുന്നതാണ്. അപ്പോൾ മഞ്ഞിൽ കൂടെയുള്ള യാത്ര നല്ല ഭംഗിയുള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ സമയത്ത് ഞങ്ങൾ ആ ട്രെയിനിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ സമയത്ത് മഞ്ഞ് വീണില്ല. പക്ഷെ അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ, മേ ബി പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായിട്ട് വഴിയിലൊക്കെ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. ഇത് ഞങ്ങൾ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ മണാലിയിൽ മഞ്ഞ് കാണാൻ 2 വർഷം മുമ്പേ പോയപ്പം വഴിയിലൊന്നും ഇതുപോലെ ഞങ്ങൾക്ക് റോഡിലൊന്നും മഞ്ഞൊന്നും കാണാൻ പറ്റിയില്ല. അടൽ ടണലിൻ്റെ അപ്പുറത്ത് ഒരു വാലിയിൽ മാത്രമാണ് മഞ്ഞ് കാണാൻ പറ്റിയത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് ഷിംലയ്ക്കൊക്കെ കുറേ മുമ്പാണ്. അവിടെ മുതൽ തന്നെ അതേ വഴിയൊക്കെ നിറയെ ഇങ്ങനെ മഞ്ഞ് വീണ് അത്രയും ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ മലയുടെ മുകളിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. വീടുകളുടെ ഇടയിൽ കൂടെയൊക്കെ അതേ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. നോക്കൂ നിങ്ങൾ, വഴിയിൽ വണ്ടിയുടെ മുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളുടെ മുകളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലുള്ള മഞ്ഞൊക്കെ കുറേയൊക്കെ ഇവർ റോഡിൽ നിന്ന് സൈഡിലേക്ക് മാറ്റിയതാണെന്നാണ് പറയുന്നത്. മഞ്ഞ് അക്യുമുലേറ്റ് ആയത് കൂടാണ്ട് റോഡിലുണ്ടായിരുന്നു മഞ്ഞ്. റോഡിലൊന്നും ഇത്രയും മഞ്ഞുണ്ടാവുമെന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ടയറിന് ചെയിനൊന്നും ഇടാണ്ടെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല കോഷ്യസ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് തന്നെ. ഓ, മഞ്ഞൊക്കെ പെറുക്കി എറിയുന്നു കുട്ടികൾ. നമുക്കും അങ്ങനെ എറിയണ്ടേ? നോമാനെ
നോക്ക് റൈറ്റ് സൈഡില് ഷാഫി അത് നോക്കട വണ്ടി ഐസിൽ പൊതഞ്ഞ വണ്ടി. എടോ ഇത് നമ്മൾ മണാലി പോയിട്ട് പോലും നമുക്ക് ഇങ്ങനത്തെ കാഴ്ച കിട്ടിയില്ല കേട്ടാ. ആ അതന്നെ ബെഡ് തന്നെ, സിംഗിൾ ബെഡ് അല്ലേ? ഐസോണോട് നോക്ക്, ദൈവമേ. അപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഒരു ടാക്സിക്കാരനെ കോൺടാക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മഷോബ്ര വരെ എന്തായാലും നമ്മുടെ വണ്ടി പോയില്ല, 4x4 ഡ്രൈവുള്ള ടയറിലൊക്കെ ചെയിനൊക്കെ ഇട്ട വണ്ടികൾ മാത്രമേ അങ്ങോട്ട് വിടുന്നുള്ളൂ. അപ്പം നമ്മൾ മഷോബ്രയ്ക്ക് കുറച്ച് മുമ്പേ ധല്ലി എന്ന് പറഞ്ഞ ഒരു സ്ഥലം വരെ പ്രൈവറ്റ് വെഹിക്കിൾ വിടുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഞങ്ങൾക്ക് ഒരു 4x4 വെഹിക്കിൾ അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മഷോബ്ര വരെ പോകാമെന്നാണ് പറഞ്ഞത്. ആക്ച്വലി മഷോബ്രയിൽ രാഷ്ട്രപതി നിവാസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഓൺലൈനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണം. പക്ഷെ ഞങ്ങളത് ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇൻ കേസ് അവിടെ വരെ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അൺനെസസറി ബുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ട്രാഫിക്കാണ്. ഇടയിലിടയിൽ ഇങ്ങനെ കുറച്ച് ക്ലിയർ ആവുന്നുണ്ടെന്നുള്ളത് ചോദിച്ചാൽ കുറേ സ്ഥലത്തൊക്കെ ഞങ്ങൾ നല്ലോണം സ്റ്റക്കായി. എന്നിട്ട് നമ്മൾ പോകാമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ ഈ ട്രാഫിക്കിൽ നിന്ന് തിരിച്ച് വരുന്നുമുണ്ട്. അപ്പം നമുക്ക് വഴിയിലുമൊക്കെ നല്ലോണം മഞ്ഞ് കാണുന്നുണ്ട്. ഓൾറെഡി പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളുടെ മുകളിലും ടയറിൻ്റെ മുകളിലും ഒക്കെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പം എവിടെ നോക്കിയാലും നമുക്കിങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. കുറച്ച് ട്രാഫിക്കൊക്കെ ആയാലും നമുക്കിതൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ രസമാണ്. ഇപ്പോൾ മലയുടെ മുകളിലൊക്കെ ഇതേപോലെ ഇങ്ങനെ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. ഇപ്പോൾ സമയം 10 മണി ഒക്കെ കഴിഞ്ഞു. നല്ല വെയിലുണ്ട്. നമുക്ക് ഇത്രയും തണുപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ. മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. അംബാലയിലുള്ള തണുപ്പ് പോലും ഷിംലയിൽ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ഈ ഐസൊന്നും മെൽറ്റ് ആവുന്നൊന്നുമില്ല, അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നല്ല വൈറ്റ് കളറിൽ കിടക്കുന്നത് മഞ്ഞ് വീണ് അക്യുമുലേറ്റ് ആയതാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് അഴുക്ക് പിടിച്ച പോലെയൊക്കെ കാണുന്നില്ലേ, അതൊക്കെ ഈ റോട്ടിലുണ്ടായിരുന്ന മഞ്ഞ് ഗവൺമെൻറ് തന്നെ ഒരു മഞ്ഞ് നീക്കുന്ന വണ്ടി വന്നിട്ട് സൈഡിലേക്ക് നീക്കിയിട്ടതാണ്, ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇത്തിരി അഴുക്ക് പിടിച്ച പോലെയും ചെളി പിടിച്ച പോലെ കാണുന്നത്. അല്ലാണ്ട് പ്യുവർ വൈറ്റിലുള്ളതൊക്കെ നാച്ചുറലി അക്യുമുലേറ്റ് ആയ സ്നോ ആണ്. നോക്ക്, ഡസ്റ്റ്ബിന്നിൻ്റെ മുകളിലും നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയുടെ മുകളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണ് പൊതഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം നമ്മളിനി പറഞ്ഞല്ലോ ധല്ലി എന്ന് പറഞ്ഞ സ്ഥലം ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ വന്നൊരു വലിയ ട്രാഫിക്കിൽ പെട്ടു. ഇതിനിപ്പോൾ മുമ്പോട്ട് മൂവ് ആവുമെന്ന് തോന്നുന്നേ ഇല്ല. കുറേ സമയമായിട്ട് സെയിം പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആയാലും മഷോബ്ര എത്താൻ പറ്റും തോന്നില്ല, കാരണം മുമ്പിൽ അത്രയും വണ്ടികൾ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മാൾ റോഡിലൊക്കെ നിറയെ മഞ്ഞുള്ള സ്ഥലങ്ങൾ ഉണ്ട്, മഞ്ഞ് വീണ് കിടപ്പുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വരുന്ന വഴിയിലൊക്കെ മഞ്ഞ് കണ്ടില്ലേ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കുട്ടികളെ കളിപ്പിച്ചിട്ട് നേരെ മാൾ റോഡിൽ പോയിട്ട് അവിടെ കാഴ്ചകൾ കാണാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ആ ട്രാഫിക്കിൽ നിന്ന് എങ്ങനെയൊക്കെയോ വണ്ടി തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ച്വലി മഷോബ്ര പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള വണ്ടികളാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, നിറയെ ഇങ്ങനെ കൺജസ്റ്റഡായി. പിന്നെ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സൈഡിലൊക്കെ നിറയെ മഞ്ഞ് അക്യുമുലേറ്റായി കുറച്ചിങ്ങനെ പ്ലെയിൻ പോലെ സ്ഥലങ്ങൾ കാണുമ്പോൾ ആൾക്കാർ അങ്ങനെ വണ്ടി റോഡിൽ തന്നെ നിർത്തിയിട്ട് അവിടെ കളിക്കുകയാണ്. അപ്പോൾ അതും ഈ ട്രാഫിക് ബ്ലോക്ക് കൂടാനൊരു കാരണമാണ്. അപ്പം നമ്മളത് ഒരു സിവിക് സെൻസ് ഇല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യാണ്ട് തോന്നിയ പോലെ വണ്ടിയൊക്കെ നിർത്തി പോയി കഴിഞ്ഞാലുള്ള കുഴപ്പമാണത്. വലിയ ബസ്സും ഇതേപോലത്തെ വാനും ഒക്കെ അങ്ങനെ ആൾക്കാരെ അവിടെ ഇറക്കിയിട്ട് ഡ്രൈവർ പോലും ഇല്ലാണ്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് അവരെല്ലാവരും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഓൾറെഡി തിരക്കുള്ള റൂട്ടിൽ ഇതും കൂടി ആവുമ്പോൾ തീരെ വാഹനങ്ങൾക്ക് മൂവ് ചെയ്യാനേ പറ്റുന്നില്ല. അത് കാരണം നല്ല ട്രാഫിക് ബ്ലോക്കായി. പിന്നെ ഞങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റ് ആവും എന്ന് വിചാരിച്ച് ഞങ്ങളിതേ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബിൽഡിങ്സിൻ്റെ മുകളിലൊക്കെ റൂഫിൻ്റെ മുകളിലൊക്കെ അങ്ങനെ മഞ്ഞ് വീണ് അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ റൂഫൊക്കെ ഇങ്ങനെ ചെരിച്ച് പണിതിരിക്കുന്നത്. അപ്പോൾ വീഴുന്ന മഞ്ഞൊക്കെ താഴെ അങ്ങനെ സ്വന്തമായിട്ട് താഴോട്ട് പൊക്കോളുമല്ലോ. ഈ കാണുന്നതൊക്കെ മഷോബ്ര പോകാനുള്ള വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. അപ്പം ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്ന വണ്ടികളാണ് ഇത്രയും. തിരിച്ചു പോകാൻ അത്രയും വലിയ ട്രാഫിക്കില്ല. അപ്പം ഞങ്ങളത്
തിരിച്ച് മാൾ റോഡ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും മഞ്ഞ് വീണ് കിടപ്പുണ്ടെങ്കിൽ അവിടെ കുറച്ച് സമയം കളിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാണ്ട് സ്നോ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റും തോന്നുന്നില്ല. അപ്പോൾ ഇതൊരു വീക്കെൻഡിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പെയാണ് ഇവിടെ ഷിംലയിൽ സ്നോഫാൾ തുടങ്ങിയത്. ഈ വർഷമാണെങ്കിൽ നല്ല ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് വീക്കെൻഡ് ആയതുകൊണ്ടും ആൾക്കാരുടെ നല്ല റഷ് ഉണ്ടായിരുന്നു മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്രയും ട്രാഫിക്ക് വന്നത്. ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഇവിടെ നിർത്താൻ പറ്റുമോ? പറ്റുമോ? ഇല്ലല്ലേ, എന്നാ വാ പോവാം. അല്ല, നിനക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ നിർത്താൻ പാടൂ. മഞ്ഞൾ സ്ലിപ്പാവുമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്തൊന്നും നിർത്തരുത്. കുറച്ച് അങ്ങോട്ട് പോവാം. ആ സ്നോമാൻ ഉണ്ടാക്കിയ ആൾക്കാർ കളിക്കണ്ടായിട്ടേ അവിടെ സ്ഥലം ഉണ്ടോ നോക്കാം. പറ്റുമോ? ഇവിടെ ആ സൈഡില് ഇവിടെ ഇവിടെ കളിക്കാം. എവിടെയെങ്കിലും താജു ഇറങ്ങടി, ഇപ്പുറത്തേക്ക് ഇറങ്ങിക്കോ. ഈ സൈഡ് അപ്പുറത്ത് ഇറങ്ങല്ലേ, ഈ സൈഡ് ഇറങ്ങി, ഈ സൈഡ് ലെഫ്റ്റ് സൈഡ്. പെട്ടെന്ന് ക്രോസ് ചെയ്യണേ ഷെസാദെ, പെട്ടെന്ന്. നമുക്കിനി ഐസി കളിക്കാൻ പോവാം. ഐസിൻ ഈ എവിടെ പോവാ, എവിടെ പോവാ? കാഞ്ചാരയോ ഷെസാദ് എവിടെ പോണോ? വരൂ വരൂ. സ്ലിപ്പാവേ, ഞങ്ങള് വീണതാണ്. ഇവിടെ ഞങ്ങള് വീണതാണേ, ഞങ്ങള് മണാലിയിൽ വീണതാ. ഐസൻ എടാ പിടിക്കണ, മണാലിയിൽ വീണതാ. മോഞ്ചി തൊഴിച്ച് ഞങ്ങൾ എല്ലാരും വീണതാ. ആ എന്റെ ഫോൺ ഹനി സൈഡിൽ പോലെ ഇങ്ങോട്ട് വാ. താഴോട്ട് അയ്യോ സ്ലിപ്പ് അല്ല താജു, ഞാനേ വഴിക്ക് വീണ് എന്റെ നടുവൊക്കെ വേദനിച്ചതാ മണാലിയില്. പിള്ളേർക്ക് നല്ല വേദനയാണ് അത് എറിയുമ്പോ. ഈശ്വര, അവരാ സൈഡിലൊക്കെ പോയി നിൽക്കുന്നു. നോക്ക്, ഹനി ജാക്കറ്റിന്റെ സിബ് ഇടുമാ. ഇത്ര ഐസ് വാരി ഹനിയുടെ മേത്ത് കയറി. ആ എറിഞ്ഞോ? കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടേ. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ വലിയ റഷൊന്നും ഇല്ലാണ്ട് കുറച്ച് നല്ല ഒരു സ്ഥലം കിട്ടി ഞങ്ങൾക്ക് മഞ്ഞിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അധികം ആൾക്കാരും ഒന്നുമില്ല, കുറച്ച് പേരേ ഉണ്ടായുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. സ്നോമാൻ ഐസിന് എവിടെ സ്നോമാൻ ഉണ്ടാക്കാൻ? ഷെസാദ വാടാ, സ്നോമാൻ ഉണ്ടാക്കാൻ വാടാ. ആ നിന്റെ സ്നോമാനായോ? എന്റെ മേത്ത് സ്നോ എറിയുന്നത്
ആ എറിയൂ എറിയൂ ഒന്ന് പറഞ്ഞേ എവിടെ എത്തി അങ്ങ് എത്തണ്ടേ കിടക്ക് കിടക്ക് ഷാഫി സൂക്ഷിച്ച് ഇനി നമുക്ക് വേറെ മഞ്ഞുള്ള സ്ഥലത്ത് പോവാം ഇത്തിരി കൂടി നിരപ്പായ സ്ഥലത്ത് പോവാം അപ്പൊ വീഴും പേടിക്കണ്ടല്ലോ ഇവിടെ മുഴുവൻ മഞ്ഞല്ലേ മഞ്ഞ് വീണ് എടുക്കുന്നു ഇതേ അതൊക്കെ കുറച്ച് മെൽട്ടായിപ്പോയി വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും വീഴൂല ദേ സിംഹവാലൻ ഇരിക്കുന്നു ലങ്കൂർ കണ്ട താജു കുറേ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം 2-3 എണ്ണത്തിന് കണ്ടു അല്ലേ മഞ്ഞ് നോക്ക് മഞ്ഞ് മഴ പെയ്യുന്ന പോലെ വെള്ളം വീഴുന്ന എന്താണ് അവന് പ്രശ്നം നോക്കൂ മാപ്പ് നോക്കൂ ഇതിപ്പോ നമ്മൾ ചോട്ടാ ഷിംലയാണ് ഇപ്പോൾ നമ്മൾ മാൾ റോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാൾ റോഡിൽ പോയിട്ട് അവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം സമയം 3 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ രാത്രി സ്നോഫാളും കണ്ടിട്ട് അടുത്ത ദിവസം രാവിലെ പോവാന്നാണ് വിചാരിക്കുന്നത് തിരുച്ചമ്പാലയ്ക്ക്. ശരിക്കും വിന്റർ വണ്ടർലാൻഡ് ആയി ഷിംല അല്ലേ? 30 മീറ്റർ 30 മീറ്ററിലെ ലെഫ്റ്റ് കുഞ്ഞ ബസ്സിന്റെ മുകളിലൊക്കെ നോക്ക് നിറയെ സ്നോ നല്ല വെട്ടി നോക്ക് സിംഹത്തിനെ പോലത്തെ ഒരു പട്ടി രാജ പറഞ്ഞത് ശരിയാ. എന്താണ് അത് പോവും ഇതെന്താണ് മഞ്ഞിന്റെ മായാലോകം. 400 മീറ്ററിൽ ഷാർപ്പ് റൈറ്റ് ഷാർപ്പ് റൈറ്റ്. ഇവിടെ ഷാർപ്പ് റൈറ്റും ഷാർപ്പ് ലെഫ്റ്റും അല്ലാണ്ട് ഒന്നുമില്ല. വാവോ അതിന്റെ റൂഫ് നോക്ക്. 280 മീറ്ററിൽ ഷാർപ്പ് റൈറ്റ്. മഞ്ഞിൽ പുതച്ച ഷിംല. ഒരാഴ്ച മുമ്പേ നമ്മൾ വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അതാ വേറൊരു പട്ടി, അതാ ദക്കുടുമുണ്ടൻ ഹിമാലയൻ പട്ടി. കഴിഞ്ഞ ആഴ്ചത്തെ ഷിംല എങ്ങനെയായിരുന്നു, ഈ ആഴ്ചത്തെ ഷിംല എങ്ങനെയാണ്? വേറൊരു പട്ടി. ഞങ്ങൾ ആക്ച്വലി മാൾ റോഡ് പോകാൻ വേണ്ടിയിട്ടാണ് മാപ്പിൽ ഇട്ടിരുന്നത്. പക്ഷേ ഈ മഞ്ഞ് വീണ് കുറേ സ്ഥലത്ത് റോഡ് ക്ലോസർ ആയ കാരണം ഗൂഗിൾ ഞങ്ങളെ റീറൂട്ട് ചെയ്ത് ഇപ്പോൾ ഏതൊക്കെയോ ഇടവഴി കൂടെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി, ഇത്തിരി കൂടുതൽ ദൂരം ഓടിയെങ്കിലും. അതാ ഹനുമാൻ ദേ നിൽക്കുന്നു അവിടെ. ഹനുമാന്റെ തല കണ്ടോ? പറഞ്ഞ പോലെ നമ്മൾ ജാക്കൂൽ എത്തിയടാ. ജാക്കൂല് അല്ല ജാക്കൂല് എവിടെയെന്ന്? ഹനുമാൻ അപ്പുറത്തെ മലയല്ല,
ചേട്ടാ ഹോൺ അടിച്ചിട്ട് വരൂ പ്ലീസ്. ചേട്ടനല്ല, അങ്കിളാണ്. ആഹാ, നടക്കാൻ നല്ല രസമുണ്ടാവും അല്ലേ? കേട്ടോ 200 മീറ്ററിന് ഷാർപ്പ് ലെഫ്റ്റ് ആണ്. 230 മൈനസ് ഓയല്ല, മൈനസ് ഡോ നോർമൽ 5-6. ആ വണ്ടി ഏത് അറിയായിരിക്കും വഴി, നമുക്ക് അറിയില്ലല്ലോ വഴി. അവര് എക്സ്പീരിയൻസ് പ്രശ്നമാണോ? ആ പട്ടി വണ്ടി അവര് നോക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കൺഫ്യൂഷൻ അല്ല, അവിടെ നമുക്ക് വഴി അറിയില്ല ചേട്ടാ. സോറി, ഞങ്ങൾ ഈ നാട്ടുകാരല്ല. പിന്നെ എത്ര കിലോമീറ്റർ ആണ്? അതെ, ഇവിടെ ജാമ. പിന്നെ എത്ര കിലോമീറ്റർ കാണിക്കുന്നത്? 1 വഴി മാറിയൊന്നുമില്ല. ഒരു മിനിറ്റ് കാണിക്കുന്നത്. വണ്ടി കണ്ട സ്പേസ് ഇല്ലല്ലേ? ആ ഉണ്ട്. താഴെ ഇറക്കാണ്ട് നോക്കാം. ആ റൂട്ടില് മഞ്ഞ് നിൽക്കുന്ന വണ്ടിയാണ്. ഒരു മിനിറ്റ്. ആ വണ്ടി സൈഡാക്കി മഞ്ഞ ഇതൊക്കെ. ഇത് നോക്കൂ, ഇവിടെ നോക്കൂ. നോക്കൂ, അതൊക്കെ ഷാഫി, അതൊക്കെ മോന്റെ. ഇവിടെ ഇവിടെയൊക്കെ നല്ലതായിരിക്കും. നമ്മളോടൊന്നുമല്ല. ഞാൻ മാപ്പേ ഓഫ് ചെയ്തു. വണ്ടി വരാൻ പറ്റുന്നില്ലായിരിക്കും. നോക്കിയോ, ആടാ വെള്ളപ്പൊക്കം എന്നുള്ള പോലെ മഞ്ഞിന്റെ പൊക്കം ഇല്ലടാ. ഹനി ഉറങ്ങിയോ? ഹനി എണീക്ക്, ഹനി ഏതാ ഹനി? മഞ്ഞ് കാണും, മഞ്ഞ്. അതെ, ഇവിടുന്ന് കളിച്ചാൽ മതിയായിരുന്നു. കണ്ടതെ അവിടെ മരത്തിന്റെ മുകളിലൊക്കെ മഞ്ഞ് കൊണ്ട് കിടക്കുന്നു. ആ ദേവദാരുവിന്റെ മുകളിലൊക്കെ താഴോളം മഞ്ഞ് വീണ് കിടക്കുന്നു. ആറുമണി ആവാറായി, സമയം 5:35. കണ്ടതാ താജു, ഇപ്പുറത്ത് കണ്ടതാ വണ്ടിക്കൊക്കെ ചെയിനിട്ട് വെച്ചിട്ട് കയറൊക്കെ കെട്ടി മഞ്ഞിൽ കൂടെ പോവാൻ വേണ്ടി. ഇത്രയും മഞ്ഞ് റോട്ടിൽ നിന്ന് നീക്കി ഇവിടെ വെച്ചിട്ട് ഇവര്. എന്തൊരു മഞ്ഞ. ഞങ്ങളങ്ങനെ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഏതൊക്കെയോ വഴികളിൽ കൂടെ കറങ്ങി അവസാനം മാൾ റോഡ് പോകാനുള്ള മെയിൻ റോഡിലെത്തി. പക്ഷെ അവിടെ എത്തിയപ്പോൾ നല്ല ട്രാഫിക്കാണ്. എന്താണ് 1 മണിക്കൂറൊക്കെയാണ് ട്രാഫിക് ബ്ലോക്ക് കാണിക്കുന്നത് മാപ്പിൽ. അത്രയും തിരക്കാണ്. ഇപ്പോൾ വൈകിട്ട് ഏതാണ്ട് 5-6 മണിക്കായി സമയം. അപ്പോൾ ആൾക്കാരൊക്കെ മാൾ റോഡിൽ റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്, ഇത്രയും വണ്ടികൾ മുമ്പിൽ. അവിടെ കണ്ട ശേഷാതെ ആ അങ്കിള് മഞ്ഞ് മാറ്റുന്നത്, സ്നോ മാറ്റുന്നത് ശവലം വെച്ച്. ഷാഫി ഇവിടെ ഉണ്ട്. തണുത്ത് ആ ഹോട്ടലിലേക്ക് പോകേണ്ട വഴിയാണ്. 2 കിലോമീറ്റർ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ എടുത്തു കേട്ടോ ആ ട്രാഫിക്കിൽ. അപ്പോൾ ഇപ്പോൾ രാത്രിയായി. ഷിംലയിലത്തെ എല്ലാ ലൈറ്റുകളും തെളിഞ്ഞു, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ട്രാഫിക്കിൽ തന്നെയാണ്. ഞങ്ങൾ മാൾ റോഡിലൊരു പാർക്കിംഗ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ തന്നെ പാർക്കിംഗ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് റൂം അന്വേഷിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ പാർക്കിങ്ങിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാർക്കിങ്ങിൽ പോകാനുള്ള ട്രാഫിക് ബ്ലോക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടാവും വണ്ടിയുടെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നത്. സൈഡിലൊക്കെ നിറയെ മഞ്ഞിൻ്റെ ഇങ്ങനെ ബ്ലാങ്കറ്റ് പോലെയുണ്ട്. സ്നോ ബ്ലാങ്കറ്റാണ് ഷിംലയിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ഓൺലൈനിൽ നോക്കി 2-3 ഹോട്ടൽസിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഒന്നും റൂംസ് അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്ന സമയത്ത് താമസിച്ച ഹോട്ടലിൽ ചോദിച്ചപ്പോൾ അവിടെയും റൂം അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക്
ബൈ വാക്ക് പോയി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഹിമാചൽ പ്രദേശ് ഉച്ച ന്യായാലയ ഹൈക്കോർട്ട് അത് അങ്ങോട്ട് മുകളിലേക്ക്. റിപ്പൺ അസ്പതാൽ നേരെ. റിപ്പൺ പ്രഭുവിന്റെ പേരിലൊക്കെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. കാർ പാർക്കിംഗ് കം കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഷിംല. അവിടെയാണ് നമ്മുടെ പാർക്കിംഗ്. ദേവഭൂമി ഹിമാചൽ പ്രദേശ് എന്താണ് പധാരൻ കെ ലിയേ ആഭാർ. ദേവ്ധരാമേ പുന പധാരേ. ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നു ചേട്ടാ. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അവിടെ പാർക്കിംഗ് സ്പേസ് കിട്ടില്ല. അവിടെ നല്ല ഷിംലയിൽ ഒരിടത്തും പാർക്കിംഗ് സ്പേസ് കിട്ടിയില്ല. ഒരു ഹോട്ടലിലും റൂംസും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് താഴോട്ട് പോയാൽ റൂം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റൂം അന്വേഷിച്ച് ഷിംലയിൽ നിന്ന് അംബാല പോകാനുള്ള വഴിയിൽ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ കുറേ ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു. അങ്ങനെ അവിടെ വന്ന് ചോദിച്ചപ്പോൾ അവിടെ റൂംസ് അവൈലബിൾ അല്ല, പക്ഷേ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഭക്ഷണം എങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിന്നറും കിട്ടിയില്ലെങ്കിലോ. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് വന്നിട്ട് ഹോട്ടൽ റൂം കിട്ടാണ്ട് തിരിച്ചു പോകേണ്ടി വരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആക്ച്വലി സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ ട്രാഫിക്കിലൊക്കെ പെട്ട് ഇത്രയും തിരക്ക് ആയി ലേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ റൂം എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമുക്കൊരു ഇന്നലൊക്കെ കിട്ടിയിട്ട് നമുക്ക് താഴെ ഫുഡ് വന്നിട്ടുണ്ടാവും. സൂപ്പ് വന്നിട്ടുണ്ടാവും. അവന്റെ കൈ പിടിക്കേ. അങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണം വന്നു. ഒരു ചിക്കൻ മാഞ്ചോ സൂപ്പും ബട്ടർ ചിക്കനും തവ റൊട്ടിയും പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും ഇത്രയും ദൂരമായി, ഇത്രയും നേരമായി, അത് കാരണം റൂമൊന്നും എടുക്കാണ്ട് നേരെ അംബാലയ്ക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും മാറി മാറി ഡ്രൈവ് ചെയ്ത് അംബാല വരെയും അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അംബാലയ്ക്ക് പോവാണ്. ഷിംലയിൽ നിന്ന് കൽക്ക വഴി അംബാലയ്ക്ക്. അങ്ങനെ 11 മണിയായപ്പോൾ ഷിംലയിൽ നിന്ന് ഡിന്നറും കഴിഞ്ഞ് പുറപ്പെട്ട ഞങ്ങൾ അടുത്ത ദിവസം പുലർച്ചെ 2 മണിയായപ്പോൾ അംബാലയെത്തി. അപ്പോൾ മോൻ തോന്നുന്നു റെയിൽവേ സ്റ്റേഷനടുത്തൊരു ചായക്കടയിൽ നല്ല ചായ കിട്ടും, ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് ഞങ്ങളത് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ വണ്ടിയിലിരിക്കുകയാണ്. 3 ചായ ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലീനെ അവരെ ക്വാർട്ടറിൽ ഡ്രോപ്പ് ചെയ്തു. ഇനി ഞങ്ങൾ ചായയും കുടിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ഷിംലയിലത്തെ മഞ്ഞിൻ്റെ വിശേഷങ്ങളും മഞ്ഞ് കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മഞ്ഞില്ലാത്ത ഷിംലയുടെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.